വെടിനിർത്തലും സമാധാന കരാറും നിലവിൽ വന്ന് അധികം ദിവസങ്ങളായിട്ടില്ല. തങ്ങളുടെ പക്കലുള്ള ജീവനോടെയുള്ളവരും അല്ലാത്തതുമായ ബന്ദികളെ ഇസ്രയേലും ഹമാസും കൈമാറി വരികയാണ്. ഇതിനിടയിൽ സമാധാന ദൂതൻ എന്ന് സ്വയം വിശേഷിക്കപ്പെടുന്ന ട്രംപ് ഇതുവരെ ഉണ്ടായ സമാധാനത്തെയും പ്രശ്നപരിഹാരത്തെയും എല്ലാം കാറ്റിൽ പറത്തുമോ എന്ന ആശങ്ക ഉടലെടുത്തിരിക്കുകയാണ്. താൻ ഒരു വാക്ക് പറഞ്ഞാൽ ഇസ്രയേൽ വീണ്ടും ആക്രമണം തുടങ്ങുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. CNN-നോടായിരുന്നു ട്രംപിന്റെ ഈ പ്രതികരണം. സർ, ഹമാസ് നിരായുധീകരണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ എന്തായിരിക്കും ചെയ്യുക എന്നതായിരുന്നു CNN ലേഖകന്റെ ചോദ്യം. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞാൻ ആ വാക്ക് പറഞ്ഞാൽ ഇസ്രയേൽ ഉടൻ തെരുവിലേക്ക് ഇറങ്ങും. ഇസ്രയേൽ വിചാരിച്ചാൽ അവർ ആയുധം താഴെ വെച്ചേക്കും എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. സമാധാന കരാറിന്റെ ഭാഗമായി ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ബന്ദികളെ കൈമാറണമെന്ന കരാർ ഹമാസ് പാലിക്കുന്നില്ലെന്ന് ഇസ്രയേൽ ആരോപണം ഒരു വശത്ത്. നിരായുധീകരണത്തിന് തങ്ങൾ തയ്യാറല്ലെന്ന് ഹമാസ് പിടിവാശി മറുവശത്ത്. ആകെ മുറുകിയൊരു അന്തരീക്ഷം. ഈ അന്തരീക്ഷം നിലനിൽക്കുമ്പോഴാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നത്. ഹമാസ് ഇസ്രയേൽ സംഘർഷത്തിന്റെ ഭാവി സംബന്ധിച്ച് വലിയൊരു സൂചനയാണ് ട്രംപ് നൽകിയിരിക്കുന്നത് എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ട്രംപിന്റെ 20 പോയിന്റ് പീസ് പ്ലാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥയായിരുന്നു ഹമാസിന്റെ നിരായുധീകരണം. കരാറിലെ 6ാം വ്യവസ്ഥ അതാണ് നിരായുധീകരണത്തെ പറ്റി പറയുന്നത്. അതിങ്ങനെയാണ്: ബന്ദിമോചനം പൂർണ്ണമായും അവസാനിച്ചാൽ ആയുധം താഴെ വെക്കുന്ന സമാധാനത്തിന്റെ പാത സ്വീകരിക്കുന്ന ഹമാസ് അംഗങ്ങൾക്ക് മാപ്പ് നൽകും. ഗാസ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഹമാസ് അംഗങ്ങൾക്ക് അതിനുള്ള സൗകര്യമൊരുക്കും. എന്നാൽ ഈ വ്യവസ്ഥ ഹമാസ് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഇനി അംഗീകരിക്കാൻ സാധ്യതയുമില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ട്രംപിന്റെ ഈ മുന്നറിയിപ്പ് വലിയ ചർച്ചയാകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപ് പറയുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് സമാനമായൊരു പ്രസ്താവന നടത്തിയിരുന്നു. ഹമാസ് ആയുധം താഴെ വെക്കുന്നതാണ് നല്ലത് എന്നും അല്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകുമെന്നുമാണ് നെതന്യാഹു പറഞ്ഞത്. സമാധാന കരാർ തങ്ങളുടെ അനുകമ്പയുടെ ഫലമായിരുന്നു എന്നതായിരുന്നു നെതന്യാഹുവിന്റെ സംസാരത്തിലുടനീളം മുഴച്ചു നിന്നത്. വലിയ ചർച്ചകളാണ് ഈ 2 പ്രസ്താവനകൾ ഉണ്ടാക്കിയിരിക്കുന്നത്, പ്രത്യേകിച്ച് ട്രംപിന്റേത്. സമാധാന കരാർ നിലവിൽ വരാനും അവ തയ്യാറാക്കാനും മുൻകൈയെടുത്തത് ട്രംപാണ്. അതുകൊണ്ട് തന്നെ ഈ ഭീഷണിയെ അത്ര ചെറുതായി കാണാനും വയ്യ. പകുതി മാത്രം അംഗീകരിക്കപ്പെട്ട ഒരു സമാധാന കരാറിന്റെ ബലത്തിലാണ് ഇക്കണ്ട മനുഷ്യരത്രയും സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്നിരിക്കുന്നത്. പുതിയ ജീവിതവും പുതിയ പ്രതീക്ഷകളുമായാണ് പല പലസ്തീൻ നിവാസികളും ഗാസയിലേക്ക് തിരിച്ചെത്തിയത്. നിരായുധീകരണത്തിലെ ഈ പിടിവാശി വീണ്ടും ഗാസയെ ശവപ്പറമ്പാക്കുമോ എന്ന ആശങ്ക ഇല്ലാതെയില്ല. അനിശ്ചിതത്വത്തിന് മറുപേർ കൂടിയായ ട്രംപ് ഏത് നിമിഷവും അതിന് തലകുലുക്കിയേക്കാം എന്ന ഭയവും ഇല്ലാതെയില്ല. അതേസമയം ട്രംപിന്റെ ഈ പ്രതികരണം ഒരു പുതിയ പ്ലാൻ ആണെന്ന മട്ടിലുള്ള ചർച്ചകളും ഉയരുന്നുണ്ട്. ഇസ്രായേൽ ഏറെ നാളായി ആവശ്യപ്പെടുന്നതാണ് ബന്ദികളുടെ കൈമാറ്റം. കഴിഞ്ഞ ദിവസങ്ങളിൽ സമാധാന കരാറിന് പിന്നാലെ ഹമാസ് 20 ബന്ദികളെ വിട്ടയച്ചിരുന്നു. CNN നൽകിയ ബൈറ്റിൽ അതൊരു വലിയ നേട്ടമായിരുന്നു എന്ന് ട്രംപ് അവകാശപ്പെടുന്നുമുണ്ട്. ഇങ്ങനെ കൂട്ടി വായിക്കുമ്പോൾ ബന്ദി കൈമാറ്റത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ട ഒരു കരാറായിരിക്കും ഇതൊന്നും വീണ്ടും ഒരു സംഘർഷം ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല എന്ന് കരുതുന്നവരും നിരവധിയാണ്. ട്രംപിന്റെ ഈ ഒരു വാക്ക് സമാധാന കരാറിന്റെ ഭാവിയിൽ വലിയ ചോദ്യചിഹ്നമാകുന്നുണ്ട്. കരാറിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് അങ്ങിങ്ങായി വീണ്ടും ഇസ്രയേലി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ആ സമയത്താണ് ട്രംപിന്റെ ഈ ഭീഷണി. ഇതിനിടെ ഇസ്രയേൽ പലസ്തീനി തടവുകാരെ മറ്റൊരു രാജ്യത്തേക്ക് നാടുകടത്തുമെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു. നേരത്തെ ജനുവരിയിൽ വിട്ടയച്ച ചില തടവുകാരെ ടുണീഷ്യ, അൾജീരിയ, തുർക്കി എന്നീ രാജ്യങ്ങളിലേക്കായിരുന്നു ഇസ്രയേൽ നാടുകടത്തിയത്. ഇപ്പോഴുള്ളവരെ എങ്ങോട്ടേക്ക് അയക്കുമെന്ന കാര്യത്തിലും വ്യക്തതയില്ല. ഇതിനെല്ലാം ഇടയിലാണ് ട്രംപിന്റെ ഭീഷണി. നെതന്യാഹുവിനോട് യു ക്യാൻ എന്ന് ട്രംപ് വെറുതെ പറഞ്ഞാലും മതി, ഇസ്രയേൽ പലസ്തീൻ സംഘർഷം വീണ്ടും മൂർച്ഛിക്കും. സമാധാന ദൂതനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ട്രംപ് അതിന് മുതിരുമോ എന്നാണ് ലോകരാഷ്ട്രങ്ങൾ ഇനി ഉറ്റുനോക്കുന്നത്.